Hello students, we can conclude our theorem. In the generalization, fn, each of the fn's by Urysohn's lemma function from x. ഇപ്പോൾ fnകൾ പറയുമ്പം എല്ലാ n-നും എല്ലാ x element of x-നും ഈ റിസൾട്ട് ശരിയാണ്. ബട്ട് മോഡുലസ് fx മൈനസ് സിഗ്മ fix അവിടെ fnകളുണ്ട്, അത് x-ൽ എല്ലാം ഡിഫൈൻ, എല്ലാ fnകളും x-ലെ പോയിന്റ്സിനെല്ലാം ഡിഫൈൻഡ് ആണ്. പക്ഷെ f ഉണ്ട്, ഫ്രം only from a, f a-ൽ നിന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പം എല്ലാ എക്സ് എലമെന്റ് ഓഫ് എക്സിനും അത് വാലിഡ് ആയി, എല്ലാ n-നും ശരിയാണ്. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് ഫോർ ഓൾ n element of n, ഫോർ ഓൾ n element of n ആൻഡ് ഫോർ ഓൾ x element of n x എന്ന് പറയത്തില്ല, ആൻഡ് ഫോർ ഓൾ x element of a എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഈ മൂന്ന് റിസൾട്ടുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തിയറത്തിന്റെ കൺക്ലൂഷനിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ റിസൾട്ട് 2 അപ്ലൈ ചെയ്യാൻ പോവാം. റിസൾട്ട് 2-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സിഗ്മ എം എൻ ഒരു കൺവേർജന്റ് സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. എഫ് എൻ ഈസ് എ സീക്വൻസ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ എ സ്പേസ് എക്സ് സച്ച് ദാറ്റ് for each x element of x and n element of n, mod fnx less than or equal to mn, then the series sigma fn converges uniformly to a function capital F on x. ഇതാണ് റിസൾട്ട് 2-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയല്ലേ, mod fnx less than or equal to mn. mn എന്നാ? അങ്ങനെ പറഞ്ഞാൽ mn നമുക്ക് 2 raised to n minus 1 ഡിവൈഡഡ് ബൈ 3 raised to n എന്നാണ്. ഇനി എന്നാ വേണ്ട? സിഗ്മ എം എൻ. സിഗ്മ എം എൻ എന്ന് പറയുന്നത് സിഗ്മ 2 raised to n minus 1 ഡിവൈഡഡ് ബൈ 3 raised to n. അതിനെപ്പറ്റി എന്നാ പറയുന്നു? ഇവിടെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ടേംസ് കിട്ടുന്നത്. ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 2/3 ലെസ് ദാൻ 1. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ അതൊരു കൺവേർജന്റ് ജോമെട്രിക് സീരീസ് ആയിരിക്കും, അത് കൺവേർജന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് സീരീസ് സിഗ്മ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓൺ എക്സ്. എക്സില് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് റിസൾട്ട് 2 വെച്ച് നമ്മളുടെ സീരീസ് സിഗ്മ എഫ് എൻ കൺവേർജ് ചെയ്യും. ഇനി നിങ്ങൾ മൂന്നാമത്തെ, ഇതിപ്പോ രണ്ടാമത്തെ നമ്മളുടെ ജനറലൈസേഷനിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയും റിസൾട്ട് 2ഉം ഉപയോഗിച്ച് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ മൂന്നാമത്തെ റിസൾട്ട് നോക്കിക്കേ. അവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? ഇവിടെ സിഗ്മ i ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് 2/3 ഹോൾ റൈസ് ടു n-നേക്കാളും താഴെയാണ്. അപ്പൊ n-ന്റെ വാല്യൂ കൂടുമ്പോൾ ഇത് 2/3 ഹോൾ റൈസ് ടു n-ന്റെ വാല്യൂ ഒത്തിരി കൂടുമ്പോൾ ഇത് 0-ലേക്ക് പോകും. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. എഫ് എക്സും സിഗ്മ എഫ് എന്നും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്നാ? സിഗ്മ എഫ് എൻ കൺവേർജസ് ടു എഫ് എക്സുമായിട്ടുള്ള വ്യത്യാസമാണ് ഇത് വേറെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ കാണുന്ന റിലേഷൻ ഉപയോഗിച്ച് മാത്രമാണ്. ഈ ഡിഫറൻസ് 0-ലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഒരാള് മറ്റേതിലേക്ക്, എഫില് n ഇല്ല, അപ്പൊ സിഗ്മ എഫ് എന്നിലാണ് n ഉള്ളത്. സിഗ്മ എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൺ, പക്ഷെ എക്സ് എന്ന് പറയത്തില്ല. ഇവിടെ പറഞ്ഞത് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ എന്നാണ്. ഓൺ എ. എയിലാകുമ്പോൾ സിഗ്മ എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യും. എക്സിൽ മുഴുവനും സിഗ്മ എഫ് എൻ ക്യാപിറ്റൽ എഫിലേക്ക് യൂണിഫോം കൺവേർജൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ സിഗ്മ എഫ് എൻ അങ്ങനെ രണ്ട് സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്നാ? ഈ സെയിം സീരീസ് തന്നെയാണ് എഫിലേക്കും സ്മോൾ എഫിലേക്കും കൺവേർജ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓൺ എക്സ്, ഒന്ന് ഓൺ എ. അപ്പൊ എയിൽ ഇത് സെയിം ആവണം. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു capital F of x equal to small f of x on a. Capital F of x small f തന്നെയാണ് എയിൽ. അല്ലെ ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിന്റെ എക്സ്റ്റൻഷൻ ടു എക്സ് ആണ്. അതിലെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് എഫ് ഈസ് ഫ്രം, എഫ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു, എഫ് ഈസ് ഫ്രം എ ടു -1. അപ്പൊ അതിന് എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് ക്യാപിറ്റൽ എഫ് ഫ്രം എക്സ് ടു ഓൺ എക്സ്, യൂണിഫോംലി ഓൺ എക്സ്. ഈ യൂണിഫോം കൺവേർജൻസ് ഉപയോഗിച്ച് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന എക്സിൽ ഒരു ഫംഗ്ഷൻ ആണ് x2. ഇതിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ -1 വാല്യൂസ് എടുക്കുക. സ്മോൾ എഫിന് ക്യാപിറ്റൽ എഫിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്നുള്ള തിയറം ആയി. ഒരു കാര്യവും കൂടെ അറിയാനുണ്ട്. ഈ ഫംഗ്ഷൻ
കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കണം. ഏതാ? സ്മോൾ എഫിന്റെ കാര്യം തന്നിരിക്കുന്ന, ക്യാപിറ്റൽ എഫിന്റെ കാര്യം. കണ്ടിന്യൂസ് ആണ് എന്ന് സ്ഥാപിക്കാൻ എന്താണ് മാർഗം? സീക്വൻസ് എഫ് എൻ converges to f uniformly, then each function fn is continuous and so is f. fnകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ കൺവേർജിങ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ്. fnകളെല്ലാം നമുക്ക് യൂറിസോൺസ് ലെമ്മ വഴി കിട്ടിയതാണ്. നമ്മുടെ fnകളെല്ലാം കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമ്മളുടെ എഫും സിഗ്മ എഫനും കണ്ടിന്യൂസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്ന f1 കണ്ടിന്യൂസ് ആണ്, f2 കണ്ടിന്യൂസ് ആണ്, f1 പ്ലസ് f2 കണ്ടിന്യൂസ് ആണ്, f1 പ്ലസ് f2 പ്ലസ് f3 കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സീക്വൻസ്. ഇവിടെ പറഞ്ഞ സീക്വൻസ് എഫിന് പകരം സിഗ്മ എഫൻ ആണ്, സീക്വൻസ് സിഗ്മ എഫൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അതിലെ ഓരോന്നും കണ്ടിന്യൂസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്ന ക്യാപിറ്റൽ എഫും കണ്ടിന്യൂസ് ആണ്. അത് ഈ റിസൾട്ട് 1 വഴി, റിസൾട്ട് 1 എഫനിനല്ല സിഗ്മ എഫനിന് ഉപയോഗിച്ചു. ഈച്ച് ഓഫ് ദ എഫൻസ് ആർ കണ്ടിന്യൂസ്. സോ സിഗ്മ എഫൻസ് f1 മാത്രം എടുത്താൽ, f1 പ്ലസ് f2 എടുത്താൽ, f1 പ്ലസ് f2 പ്ലസ് f3 എടുത്താൽ അവരോരോന്നും കണ്ടിന്യൂസ് ആണ്. സിഗ്മ എഫൻ എന്ന് പറയുന്ന സീക്വൻസ് കണ്ടിന്യൂസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ എഫ്. കൺവേർജസ് യൂണിഫോംലി ടു എഫ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് സീക്വൻസ് എഫൻ കൺവേർജസ് ടു എ ഫംഗ്ഷൻ യൂണിഫോംലി. സ്മോൾ എഫും ക്യാപിറ്റൽ എഫ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇപ്പോൾ നമ്മുടെ സീക്വൻസ് ക്യാപിറ്റൽ എഫിലേക്കാണ് യൂണിഫോം കൺവേർജൻസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സീക്വൻസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫും കണ്ടിന്യൂസ് ആണ്. ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ബൈ റിസൾട്ട് 2. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. ബൈ റിസൾട്ട് 2 ക്യാപിറ്റൽ എഫ് ഈസ് കണ്ടിന്യൂസ്. ബൈ റിസൾട്ട് 1. റിസൾട്ട് 2 നേരത്തെ ഉപയോഗിച്ചാൽ റിസൾട്ട് 2 പ്രോപ്പർട്ടി 2 ഇൻ ദ ജനറലൈസേഷൻ അത് ഉപയോഗിച്ച് മോഡ് എഫ് എൻ എക്സ് എം എന്നേക്കാൾ ചെറുതാണ്. സിഗ്മ എം എൻ ഒരു കൺവേർജന്റ് ജോമെട്രിക് സീരീസ് ആണ്. അതുകൊണ്ട് സിഗ്മ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ്. അതാണ് റിസൾട്ട് 2 അപ്ലൈ ചെയ്തത്. സിഗ്മ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു ക്യാപിറ്റൽ എഫ്. അതേതാ ഫംഗ്ഷൻ എന്നറിയത്തില്ല, അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്നാണ് ആ റിസൾട്ട് കൊണ്ട് പറയുക. മൂന്നാമത്തെ നമ്മുടെ ജനറലൈസേഷൻ പ്രോപ്പർട്ടി നോക്കിയാൽ സിഗ്മ എഫ് എനും എഫും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു 0യിലേക്ക് വരും. സിഗ്മ എഫ് എൻ കൺവേർജസ് ടു സ്മോൾ എഫ് ആണ്. സിഗ്മ എഫ് എന്ന് പറയുന്ന സെയിം സീക്വൻസ് ആണ്, രണ്ടിടത്തേക്ക് പോകത്തില്ല. എയിലാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എഫും സ്മോൾ എഫും എയിൽ സെയിം ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് എയിൽ നിന്ന് -1 തന്നിരുന്നതാണ്. ക്യാപിറ്റൽ എഫ് അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഓൺ എക്സ്. അപ്പൊ എക്സിൽ നിന്ന് -1 എന്ന് മനസ്സിലാക്കാം. ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ നമ്മുടെ റിസൾട്ട് 1 ഉപയോഗിക്കാം. റിസൾട്ട് 1 എഫ് എന്നല്ല, നമ്മളുടെ ഓരോ എഫ് എന്നുകളും യൂറിസോൺ ക്യാരക്ടറൈസേഷൻ വഴി കിട്ടിയ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. f1 കണ്ടിന്യൂസ് ആണ്, f2 കണ്ടിന്യൂസ് ആണ്, f1 പ്ലസ് f2 കണ്ടിന്യൂസ് ആണ്, f3 കണ്ടിന്യൂസ് ആണ്, f1 പ്ലസ് f2 പ്ലസ് f3 കണ്ടിന്യൂസ് ആണ്. സോ സീക്വൻസ് fn അല്ല, സീക്വൻസ് സിഗ്മ fn. അതിലെ ആദ്യത്തേത് f1, പിന്നത്തെ f1 പ്ലസ് f2, പിന്നത്തെ f1 പ്ലസ് f2 പ്ലസ് f3. സീക്വൻസ് സിഗ്മ fn continuous sequence of functions and converges uniformly to ക്യാപിറ്റൽ എഫ്. ആ കൺവേർജ് ചെയ്യുന്ന ഈ സ്മോൾ എഫിന്റെ പൊസിഷനിൽ നമ്മുടെ ക്യാപിറ്റൽ എഫ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ എഫും കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് കിട്ടും. റിസൾട്ട്സും കൺവേർജൻസ്, യൂണിഫോം കൺവേർജൻസ്, പോയിന്റ് വൈസ് കൺവേർജൻസ് ഡയറക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും കൺവേർജൻസ് ഒക്കെ പറയുമ്പോൾ അതറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പോയിന്റ് വൈസ് കൺവേർജൻസ്, യൂണിഫോം കൺവേർജൻസിന്റെ ഡെഫിനിഷൻ, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിന്റെ അത് നിങ്ങൾ റിയൽ അനാലിസിസിൽ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അത് മെട്രിക്കിലേക്ക് കൊണ്ടുവന്നു, മെട്രിക് സ്പേസിലേക്ക് ഡിസ്റ്റൻസ് പറയാം. റിയൽ അനാലിസിസിൽ മോഡുലസ് ഉപയോഗിച്ചാണ് പറയുന്നത്. അതിന് പകരം ടോപ്പോളജിയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ് പറയുന്നത്. ആ ഡിസ്റ്റൻസിന് വേണ്ടിയാണ് നമ്മളിവിടെ മെട്രിക് ഉപയോഗിച്ചത്. ഡി ഓഫ് എഫ് എൻ എക്സ് എഫ് എക്സ് ഉപയോഗിച്ച് പോയിന്റ് വൈസ് കൺവേർജൻസും യൂണിഫോം കൺവേർജൻസും സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് പറഞ്ഞ തിയറത്തിന്റെ കൺക്ലൂഷനായി. അത് -1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിലേക്ക്. ഇനി അടുത്തത് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുന്നത് ഓപ്പൺ ഇന്റർവെൽ -1 അതും നമ്മളുടെ നെസസറി പാർട്ടിന്റെ കൺക്ലൂഷനും കൂടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.